ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിംഗ്. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ടോ, സ്പൈ ചെയ്യുന്നുണ്ടോ, നിങ്ങളെ കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. കുഞ്ഞ് റീഡിംഗ് ആണ്, വലിയ വിശദമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയ റീഡിംഗ്. ഷഫിൾ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഫയൽ 3 ഓഫ് പെൻറ്റിക്കിൾ, 9 ഓഫ് വാണ്ട്സ്, 6 of Swords, Knight of Pentacles, 5 of Wands, 6 of Wands. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 1, 3, 9, 6, 6, 5. ഫസ്റ്റ് കാർഡ് 6 of Wands. എസ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. എർത്ത് എലിമെൻ്റ് ആണ്. മകരം രാശി, കാപ്രിക്കോൺ. നിങ്ങളെ അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു, തീർച്ചയായിട്ടും അന്വേഷിക്കുന്നുണ്ട്. ആളുകളുടെ ഇടയിൽ ഒരുപാട് ആളുകൾ ഉള്ള സ്ഥലം, സോഷ്യൽ മീഡിയ ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ്. അവിടെ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിലാവട്ടെ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട്. പല പല ആൾക്കാരുടെ, അറിയുന്ന ആൾക്കാരോട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളെ സുഹൃത്ത് അല്ലെങ്കിൽ ബന്ധുക്കളോടത്തോ നിങ്ങൾ അറിയുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് അറിയുന്നുണ്ട്. അടുത്തതായിട്ട് വന്നിരിക്കുന്ന 9 of Wands ആണ്. അതും എസ് എന്നാണ് കാർഡ് വന്നിരിക്കുന്നത്. ഫയർ സൈനാണ് വന്നിരിക്കുന്നത്. ധനുമാസം, സാജിറ്റേറിയസ്. നിങ്ങളുടെ പേഴ്സണോ ഈ മാസത്തിൽ ജനിച്ചതാണെങ്കിൽ നിങ്ങളുടെ രാശി ഇതാണെന്ന് നിങ്ങൾ നോക്കുക. ഹോസ്പിറ്റലുകളിലോ ലാബുകളിലോ ജോലിയുള്ള ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളെ അതിനിടയിലാണ് അവർ അന്വേഷിക്കുന്നത്. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ജോലിക്കോ മറ്റോ പോകുന്നവരാണെങ്കിൽ അങ്ങനെ, അതല്ല ലാബിൽ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ അന്വേഷിക്കുന്നത്. പിന്നെ കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യായിക ആണ് എന്നറിഞ്ഞ്, നിങ്ങൾക്ക് സുഖമില്ല, ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നറിഞ്ഞ് നിങ്ങളെ അന്വേഷിച്ച് ഹോസ്പിറ്റലിലും മറ്റും അന്വേഷിച്ചെത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കാണാതെ നിങ്ങളെ ദൂരെ നിന്ന് അന്വേഷിച്ച് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അടുത്തത് 6 of Swords ആണ്. ആ കാർഡ് മേ ബി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ എന്നുള്ളതേ ഉള്ളൂ. ഇത് കുംഭൻ രാശിയാണ് കാണിക്കുന്നത്, അക്വേറിയസ്. ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് കടൽ കടന്ന് പോയിട്ടുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങളെ അന്വേഷിക്കുന്നു എന്ന ചോദ്യത്തിന് മേ ബി എന്നാണ് കറക്റ്റായിട്ടൊരു ആൻസർ ടാരോ കാർഡിന് തരാൻ കഴിയുന്നില്ല. അത് നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് വിഷമിപ്പിച്ച് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആയി പോയ വ്യക്തികളായിരിക്കാം. വേറൊരു സ്ഥലത്തേക്ക് പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തികളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊന്നും ഇപ്പം നടത്തുന്നില്ലായിരിക്കാം. ഒരു പക്ഷേ പിന്നീട് ഈ ഒരു എനർജിയിൽ നടത്തുന്നില്ല. അതിന് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ നടത്തിയെങ്കിലായി. അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എന്തായാലും നടത്തുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കിങ് ഓഫ് പെൻറ്റിക്കിൾ ആണ്. 3 or 2 നമ്പറാണ് ഇതിന്. കാർഡ് എസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അന്വേഷിക്കുന്നുണ്ട്. എയറും എർത്തുമായിട്ടുള്ള എലിമെൻ്റ് ആണുള്ളത്. ഏരിയസ് ടോറസ് ആണ്. ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ നേരിട്ട് നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് വന്ന് അന്വേഷിക്കുന്നില്ല, മറ്റാരെയോ ആയിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. ബാങ്കിലോ മറ്റോ ജോലിയുള്ളവരാണെങ്കിൽ ചിലപ്പം മറ്റൊരാളിനെ പറഞ്ഞു വിട്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാങ്കിൽ ജോലിയുള്ളതാണെങ്കിൽ, എൻ്റെ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും ബാങ്കിലോ മറ്റോ സാമ്പത്തിക ഇടപാട് നടത്തുന്ന സ്ഥലങ്ങളിലോ മറ്റോ ജോലിയുള്ളതാണെങ്കിൽ ആളിനെ അവിടെ പറഞ്ഞു വിട്ട് അന്വേഷിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നേരിട്ട് വന്ന് അന്വേഷിക്കുന്നില്ല. അവർ സ്റ്റക്കായി നിൽക്കുന്നതേ ഉള്ളൂ ഒരിടത്ത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ട്
നീ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരും, അവൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവ എന്ത് ചെയ്യുന്നു എന്നൊന്ന് നോക്കിയിട്ട് വരും, ഞാൻ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്, എനിക്കങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ പറഞ്ഞു വിടത്തില്ലേ. ഫ്രണ്ട്സിനെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയത്തുമില്ലാത്ത ഫ്രണ്ട്സിനെ പറഞ്ഞു വിടും. എന്തായാലും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. യെസ് ആണ് കാർഡിൻ്റെ ആൻസർ. പക്ഷേ ഡയറക്റ്റായി അന്വേഷിക്കുന്നതായി കാണുന്നില്ല. അടുത്തത് 6 ഓഫ് വാൻഡ്സ് ആണ്. ലിയോ ആണ്, ഫയർ സൈൻ ആണ്. കാർഡ് എസ് എന്നാണ് കാണിക്കുന്നത്. വാട്സപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അവർ. പല ആൾക്കാരും വാട്സപ്പൊക്കെ ലിങ്കൊക്കെ ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഹാക്ക് ചെയ്യാവുന്നതൊക്കെയാണ്. അപ്പം നിങ്ങളെ അതുവഴി നിങ്ങളുടെ മൂവ്മെൻറ്റും കാര്യങ്ങളും അന്വേഷിക്കുന്നു. അതുപോലെ തന്നെ ഫേസ്ബുക്കും സുഖമായിട്ട് ഹാക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ്, ആരുമായിട്ടൊക്കെ സംസാരിക്കുന്നു, നിങ്ങളുടെ സിറ്റുവേഷൻ. നമ്മുടെ ഇപ്പം സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഹാപ്പി ആയിക്കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടുള്ളത്, ഇന്ന് ഏത് മൂഡിലാണ് ആൾക്കാരെന്ന് അറിയണമെങ്കിൽ സ്റ്റാറ്റസ് നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് എല്ലാവരുടെയും മനസ്സ് സ്റ്റാറ്റസാണ്. അപ്പം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളുടെ പാർട്ട്ണർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കാർഡിലും എസ് എന്നാണ്. അപ്പം നിങ്ങൾ വിവാഹ ചടങ്ങുകളിലോ ഉത്സവ സ്ഥലത്തോ അങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. കോളേജുകളിലോ ഒരുപാട് ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. 5 ഓഫ് വാൻഡ്സ്. മറ്റുള്ളവർ വഴക്കൊക്കെ കൂടുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് കൂടുന്ന സാഹചര്യങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ചുറ്റുപാടോ മറ്റോ എന്തെങ്കിലും വഴക്ക് കൂടുകയോ തല്ല് പിടിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ഒന്നും കാണാനൊന്നുമല്ല വരുന്നത്. നിങ്ങളവിടെ ഉണ്ടോ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓടി വന്ന് അവിടെ വന്ന് നിങ്ങളെ ശ്രദ്ധിക്കാനും എടുക്കാനും ഒക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് വലിയൊരു റീഡിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു. അപ്പം നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാർഡും എസ് ആണ് മറുപടി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൊണ്ടാണ്. നിങ്ങൾ പോസിറ്റീവായിട്ടായിരിക്കുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരുപാട് പേരുടെ പേഴ്സണും പോസിറ്റീവ് എനർജിയിലോട്ട് പോവുകയാണ്. ഒരുപാട് പേരുടെ മെസ്സേജുകളിൽ നിന്നെല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന വ്യക്തികൾ സറണ്ടർ ആകുക. യൂണിവേഴ്സ് മദറിൻ്റെ മുമ്പിൽ നിങ്ങൾ സറണ്ടർ ആവുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മനുഷ്യന് ചെയ്യാൻ കഴിയാത്തടത്ത് നിന്ന് ഇത് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സ് എല്ലാം മാറി നിൽക്കും. ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ മാറി നിൽക്കും. എപ്പോഴാണോ നിങ്ങളെ കൊണ്ടൊരു കാര്യം നടക്കില്ല എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുന്ന സമയത്ത് യൂണിവേഴ്സ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങും. യൂണിവേഴ്സിൻ്റെ കൈ വരുന്നത് നിങ്ങൾ സറണ്ടർ ആവാത്തടത്തോളം കാലം യൂണിവേഴ്സിൻ്റെ കൈ അവിടെ വരത്തില്ല. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആവുക. നിങ്ങളെ കൊണ്ട് കഴിയാത്ത സാഹചര്യമാണെങ്കിൽ യൂണിവേഴ്സിൽ സറണ്ടർ ആവുക. ആ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം മനുഷ്യന് കഴിയാത്തതാണ് ദൈവത്തിന് കഴിയുന്നത്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യം എന്നാണ് വചനമുള്ളത്. അപ്പം നിങ്ങളെ കൊണ്ട് അസാധ്യമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളെ കൊണ്ട് ആ വിഷയത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും പേഴ്സൻ്റെ ആണെങ്കിലും ഏത് കാര്യത്തിൽ തന്നെയാണെങ്കിലും നിങ്ങളെ കൊണ്ട് അസാധ്യമായി തോന്നുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ യൂണിവേഴ്സിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ സറണ്ടർ ആവുക. എന്നാൽ ഒന്നും കഴിയത്തില്ല എന്ന് നിങ്ങൾ പറയുക. ഇത് എന്നെ കൊണ്ട് സാധിക്കുന്നതല്ല, ഇത് ഞാനിവിടെ സറണ്ടർ ചെയ്യുന്നു, ഇനി നീ അതിൻ്റെ കർമ്മ പോലെ ചെയ്തോ എന്ന് നമ്മൾ യൂണിവേഴ്സിൽ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വലിയൊരു പ്രവർത്തനം തന്നെ നമുക്ക് കാണാൻ കഴിയും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചെങ്കിലും നോക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം കുറേ നാളുകളായിട്ട് കാത്തിരുന്നിട്ടും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ഭാരം പിന്നെ നിങ്ങൾ എടുക്കരുത്. അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, ഒരു എക്സാമ്പിൾ പറയട്ടെ.
ഈ ഒരാൾ തലയിൽ കുറച്ച് ഭാരം ചുമന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടവർക്ക് യൂണിവേഴ്സിന് തോന്നും, അയ്യോ അയാൾ ഒരുപാട് ഭാരം ചുമക്കുന്നല്ലോ എന്ന് വെച്ചിട്ട് ഒരു കാളവണ്ടി വന്ന് ആ ആളിനെ അതിൻ്റെ അകത്തോട്ട് കയറ്റിയിരുത്തും. കാളവണ്ടിക്കാരൻ പറയും നിങ്ങൾ കയറിയിരുന്നോ. അപ്പോൾ യൂണിവേഴ്സാണ് കാളവണ്ടിയും കാളവണ്ടിക്കാരനും. അപ്പോൾ കയറിയിരിക്കുകയാണ്. നിങ്ങൾ ഭാരം ചുമക്കുന്ന കണ്ടിട്ടാണ് കയറ്റി ഇരുത്തുന്നത്. ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്ക് കാളവണ്ടിക്കാരൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്തിരുന്നിട്ടും ഈ പുള്ളിക്കാരൻ കൊട്ട തലയിൽ തന്നെ, ആ ഭാരം തലയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് യൂണിവേഴ്സ് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങളിത് താഴ്ത്തി ഇറക്കി വെക്കുന്നില്ല? അപ്പോൾ പറയണ, എൻ്റെ ഭാരവും കൂടി ചുമക്കുന്നതല്ലേ, ഈ ഭാരം ഞാൻ ചുമന്നോളാം എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും നിൽക്കുന്നത്. അപ്പം അങ്ങനെയല്ല സറണ്ടർ ചെയ്യേണ്ടത്. നിങ്ങൾ സറണ്ടർ ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഫുൾ ഫ്രീ ആകുക. പിന്നെ അതിനെക്കുറിച്ച് ഒരു ദുഃഖവും ഒരു പ്രാവശ്യം പോലും നിങ്ങൾ അതിനെക്കുറിച്ച് വേദനിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പാടില്ല. അങ്ങനെ വേണം, ഫ്രീ ആയിട്ട് വെയ്റ്റ്ലെസ് ആയിട്ട് വേണം നിങ്ങൾ സറണ്ടർ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നടക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ഹാപ്പി ആയിരിക്കും. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. താങ്ക് യു.